ഒരാൾ മരിച്ചു എന്ന് കേട്ട ആദ്യമായി പറയേണ്ടത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? ഇപ്പോൾ ഒരാൾ നമ്മൾ മക്കൾ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ട അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർക്ക് ബൈത്തുൽ ഹംദ് കിട്ടുമെന്ന് പറഞ്ഞു. ആര് മരിച്ചാലും എന്തായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. എന്നാൽ ഒരാളുടെ മരണം മുഖേന നമുക്കും ഒരുപാട് കൂലി കിട്ടും, അല്ലെങ്കിൽ കിട്ടണം, അവർക്കും ഒരുപാട് കൂലി കിട്ടണം. ഒരുപാട് കിട്ടും എന്നാൽ കിട്ടും വേണം. അവർക്കും ഒരുപാട് കൂലി കിട്ടണം, നമുക്ക് ഒരുപാട് കൂലി കിട്ടണം. നമ്മളൊക്കെ ചില ആൾക്കാർ നമ്മൾ മയ്യത്തിനെ കാണാൻ വേണ്ടി പോകും. എന്നാൽ ആ കാണാൻ പോണ കാര്യങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? നമ്മളൊക്കെ ചിലപ്പോൾ ഉച്ചക്കാണ് മയ്യത്തെടുക്കുക, അതിന് മുമ്പ് രാവിലെ ഒന്ന് പോകും. ആ കാണാൻ പോണത് വലിയ പ്രതിഫലമാക്കി മാറ്റാൻ കഴിയും. എങ്ങനെ? അള്ളാഹിനോട് അവർക്ക് വേണ്ടി അള്ളാഹു മഗ്ഫിർലി എന്ന പേരും പറഞ്ഞിട്ട് അവർക്ക് ഇനി പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കാണാൻ പോയതുകൊണ്ടും കൂലിയുണ്ട്. നേരെ മറിച്ച് അധികം ആൾക്കാരും എന്താണ് കാണാൻ പോണതിൻ്റെ ഉദ്ദേശം പറയാറുള്ളത്? എന്താ പറയല്? നമുക്ക് മരിച്ചോണ്ടേ എന്നാ പറയാം, അനക്കും മരിച്ചോണ്ടേ ഇജ്ജും പോയി കണ്ടു വന്നോ എന്ന് പറയും. നിസ്കരിക്കാനും കൂടെ പോകാത്ത ആൾക്കാർ കാണാൻ വേണ്ടി പോയി കണ്ടുപോരും. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അധികം അങ്ങനെ, എല്ലാവരും അല്ല, ചില ആൾക്കാരെങ്കിലും. അപ്പോൾ കണ്ടുപോരുമ്പോൾ നമുക്ക് കൂലി ഒരുപാട് കിട്ടും. അപ്പോൾ കാണാൻ പോണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ടത് എന്താണ്? കാണാൻ പോണത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാം. അപ്പോൾ മയ്യത്ത് സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രതിഫലമാണ് ലഭിക്കുന്നത്. നല്ല കൂലി കിട്ടുന്ന അവസരമാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാം അത് മുഖേന പറ്റുക. അതിലൊന്നാമതായി ഞാൻ പറഞ്ഞു, സത്യവിശ്വാസികളായ ആൾക്കാർ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പറയണം. ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഞങ്ങളുടെ മടക്കവും അവൻ്റെ അടുക്കലേക്കാണ് നമ്മൾ പറയണം. ഒരു ചെരുപ്പിൻ്റെ വാറൂട്ടിയാൽ പോലും അതിനാണ് പറയേണ്ടത്. മയ്യത്ത് കാണുമ്പോൾ രണ്ടാമതാണ്, മയ്യത്ത് കാണുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സമാധാനമാണ്. ഒരാൾ രോഗിനെ സന്ദർശിച്ചു, അല്ലെങ്കിൽ മയ്യത്തിൻ്റെ അടുത്ത് പോയി മയ്യത്തിനെ സന്ദർശിച്ചു. അങ്ങനെ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മലക്കുകൾ അതിന് ആമീൻ പറയുന്നതാണ്. അപ്പോൾ രോഗിക്കത് കിട്ടും, നമ്മൾ പ്രാർത്ഥിച്ചുള്ള കൂലി നമുക്ക് കിട്ടും. മലക്കുകൾ ആമീൻ പറഞ്ഞാൽ ഓർക്കും ആ കൂലി കിട്ടും. അങ്ങനെ പോവാം. ഞാൻ പറഞ്ഞു അല്ലാഹു മഗ്ഫിർലി ഇന്ന ആ വ്യക്തിൻ്റെ പേര് പറഞ്ഞിട്ട് ദീർഘമായ പ്രാർത്ഥന ഉണ്ട്, അല്ലാതെ ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും പറയാം. ഇനി മലയാളത്തിലോ ഏതെങ്കിലും അറിഞ്ഞ ഭാഷയിലോ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് അടുത്ത ബന്ധുക്കളാണെങ്കിൽ ചുംബിക്കുക കൂടി ചെയ്യാം. അല്ലാത്തൊരു ചുംബിക്കൽ അനുവദനീയ അല്ല എന്നല്ല, ചുംബിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അടുത്ത ബന്ധുക്കളാണെങ്കിൽ ഒരു ചുംബനും കൂടെ അർപ്പിക്കാം. ആണ് പെണ്ണിനും പെണ്ണ് ആണിനും പറ്റൂല. അല്ലാത്ത നിലക്ക് ആ ചുംബിക്കുന്നതും അനുവദനീയമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടും തിരിച്ചും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മയ്യത്ത് കുളിപ്പിക്കുക, ജനാസയെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. മയ്യത്തിനെ അനുഗമിക്കുക. ഇന്നിപ്പോൾ മയ്യത്തിനെ അനുഗമിക്കാനുള്ള അവസരം കുറവാണ്. ആംബുലൻസിലാണ് അധികം കൊണ്ടുപോകാറുള്ളത്. ഇനി വണ്ടിയിൽ കൊണ്ടുപോകണമെന്ന് തെറ്റില്ല, വണ്ടിയിൽ കൊണ്ടുപോകാം. അതുപോലെ മറ്റുള്ള എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. ആ കൊണ്ടുപോകുമ്പോഴൊക്കെ അതിൻ്റെ പിന്നാലെ പോയാലൊക്കെ കൂലി തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിന് പിന്നാലെ വണ്ടിക്ക് പോയാലും അതും കൂലി തന്നെയാണ്, നടന്നു പോയാലും കൂലി തന്നെയാണ്. നടക്കുന്ന ആൾക്കാർ ധൃതിയിൽ പോകണമെന്നാണ്. എന്നാൽ വലിയ ധൃതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഓടിപ്പോകാൻ പറ്റില്ല. ഒരു ഭാഗത്ത് മധ്യം നിലപാടാണ് അതിനൊക്കെ സ്വീകരിക്കേണ്ടതാണ്. അധികം ആൾക്കാരും മയ്യത്തിൻ്റെ കൂടെ പോകലില്ല ഇന്ന്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. നമ്മളൊക്കെ തന്നെയാണ് അധികം പറഞ്ഞത്. എന്നാൽ അധികവും ഒന്ന് കണ്ട് തിരിച്ചു പോരലാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും നിസ്കരിക്കാനുള്ള അനുവാദം നൽകാറില്ല. അവിടെ ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. നിസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കണം. എല്ലാവരും പള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം എന്നുള്ള നിയമമില്ല. അപ്പോൾ മരിച്ച ഗ്രൗണ്ടിലോ പെരിയിൽ വെച്ചോ എവിടെ വെച്ചോ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളിയിലധികം നിസ്കരിച്ചിട്ടില്ല. എവിടെ നിസ്കരിച്ചിട്ടുണ്ടോ അത് അറിയില്ല കേട്ടോ. ഒക്കെ പൊതുവായുള്ള സ്ഥലങ്ങളിലും മുസല്ലയിലും ഒക്കെ വെച്ചിട്ടാണ് അധികം നിസ്കാരം നടന്നത്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് തെറ്റല്ല കേട്ടോ, ഞാൻ ധരിക്കണ്ട. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക. ഞാൻ പറഞ്ഞത് എത്ര ആൾക്കാരുടെ നിസ്കാരമാണ് ഇവർ കളഞ്ഞു കുളിക്കുന്നത്. എത്ര പെണ്ണുങ്ങൾ നിസ്കരിക്കണമാണ്. അപ്പോൾ നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഈ അടുത്ത് മരിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അയച്ചില്ല. ഒലമ്മാക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല. അപ്പോൾ എത്ര ആൾക്കാരെ നിസ്കാരം കിട്ടും, കൂലി കിട്ടും. അവർക്കും കൂലി കിട്ടും, ഇവർക്കും കൂലി കിട്ടും. അതില്ലാതാക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പരിപാടിയാണ്. വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. ധൃതിയുള്ള ആൾക്കാരുണ്ടാവും, പോണ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വേഗം നിസ്കരിച്ച് പോകാൻ നമ്മളാരെങ്കിലും മരിച്ചാൽ അനുവദിക്കണം. അപ്പോൾ അവിടെ ആളുണ്ടാവില്ല എന്നാണ് പറയാം. എവിടെ? പള്ളിയിലെല്ലാവരും കൂടെ ഉണ്ടാവില്ല. എത്ര ആൾക്കാരും നിസ്കരിക്കാം, എത്ര ആൾക്കാർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസ്കാരത്തിന് മയ്യത്ത് നിസ്കാരത്തിന് ആരെ ഇമാമുന്ന് നബി മരിച്ചപ്പോൾ ആരെ അവിടെ നിസ്കരിച്ചത്? അല്ല,
ഓരോ കൂട്ടമായിട്ട് ഇങ്ങനെ വന്ന് നിസ്കരിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ പത്നിമാർ നിസ്കരിച്ചിരുന്നു, അതുപോലെ തന്നെ ആൾക്കാർ ഒരാളും ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടില്ല. ഇതിനെതിരെ നമ്മൾ ഒറ്റ നിസ്കരിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഇമാമം തന്നെ ഇമാമയിലൊക്കെ ഫിഖ് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാൾ ഇമാം നിൽക്കണം, എവിടെ നിൽക്കേണ്ടത് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും വേണ്ടതല്ല പറഞ്ഞു. പക്ഷേ നിസ്കരിക്കാൻ ധൃതി പിടിച്ച് പോകേണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ അനുവദിക്കണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഖബറിടം ദൂരത്താണെങ്കിൽ ഞാൻ പറഞ്ഞു വാഹനത്തിലും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കൊണ്ടുപോകാം. ഇനി ഈ മയ്യത്ത് കൊണ്ടുപോകണ സമയത്ത് അതിൻ്റെ കൂടെ പോകാതിരിക്കാനുള്ള ഒരു കാരണം അധികം എന്താ നമ്മളറിയണം. അതിൽ കുറേ വിദേഹത്തുകൾ, ചിലൊരു വിദേഹത്താണ് ഉറക്കെ ഒച്ച ഉണ്ടാക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പോഴാണ് ഉറക്കെ പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അയാൾക്ക്. മരിക്കുന്നതിന് മുമ്പ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. ആ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ശല്യപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊബൈൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും, ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, ചിരിച്ചു ചെയ്യും, രാഷ്ട്രീയക്കാരൊക്കെ പറയും. അതൊന്നും പറ്റില്ല. ഒരാൾ മരിച്ച മൗനമായിട്ട് മിണ്ടാതെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ആക്കിബത്ത് നന്നാകാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ മെല്ലെ പോവുകയാണ് വേണ്ടത്. മെല്ലല്ല ധൃതിയിൽ പോകാൻ വേണ്ടി. പക്ഷേ ഒന്നും ചെല്ലാൻ പറ്റില്ല. ചിലയിടത്തേ ബാൻഡും വാദ്യങ്ങളൊക്കെ ഉണ്ട്. മുസ്ലിങ്ങൾ മരിച്ചാൽ തന്നെ, മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചാൽ തന്നെ പൂവും ചെടിയും മറ്റതും മറിച്ചതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലൊക്കെ പല കോപ്പറേറ്റ് തരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത് മാത്രമേ ഉള്ളൂ ഉറക്കെ ലായിലാഹ എന്ന് പറയാന്നുള്ളത്. അപ്പോൾ മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കും. അതുപോലെ തന്നെ മയ്യത്ത് മറമാടുക, അവിടെയൊക്കെ നിൽക്കുന്നത് ഖീറാത്ത് കൂലിയാണ് കിട്ടുക. ഉഹുദ് മലയോളം കൂലിയുടെ കാര്യങ്ങളാണ് അതൊക്കെ. നമുക്കതിനൊന്നും ഇപ്പോൾ സമയമില്ല. നമ്മൾ കഴിയുന്നതും മുവഹിദീങ്ങളായ ആൾക്കാരാണെന്ന് നമുക്ക് കുറഞ്ഞ ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് പോരാൻ ശ്രമിക്കുക. അല്ലാത്തവരാണെങ്കിൽ നിസ്കരിച്ച് പോരാ. ആരാ മുവാഹിദ് അല്ലാത്തവർ നമുക്കറിയാൻ കഴിയില്ലല്ലോ. മരിക്കണ സമയത്ത് അയാൾ ലായിലാഹ ചെല്ലിക്കണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മളെ ചങ്ങായിമാർ വിശ്വസിക്കുന്നത് നമ്മളാണ് പേച്ചാൾക്കാരെന്നാണ്. നമ്മൾ പറഞ്ഞത് ഓലാണ് പേച്ചാൾക്കാർ. ആരാ പേച്ച അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആരും പേച്ച കക്ഷികൾ എന്ന് പറയണ്ട. ഞാൻ ഒരു മൊഹീദ്ദീൻ ഷേഖ് രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കണ ഒരാൾ, നമ്മളെ മതത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ പരീക്ക് പണ്ട് വന്നു. അപ്പോൾ നമ്മളെ വഴിക്കടവ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഇമാം അയാളെ പിടിച്ച് നിർത്തി. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അയാളിനോട് ചോദിച്ചു, അല്ലടാ അജ്ജല്ലേ, ഞങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, ഭഗവതി വിശ്വാസികളാണ്, അല്ല അമ്പുറത്തെ കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണം, മുതിരി കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് നിസ്കരിച്ചാൽ ശരിയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാൾ വന്നേക്കാൻ തന്നെ അയാളെ കൊണ്ട് എന്ത് ചെയ്തു, ബാങ്ക് കൊടുപ്പിച്ചിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇക്കാമത്തെ നമ്മളെ കൊടുത്ത്, ബാങ്ക് കൊടുത്താൽ എന്തായി, മുസ്ലിമായല്ലോ, ഷഹാത്തിൽ. പിന്നെ ശേഷം ശരിക്കും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി അല്ലെങ്കിലും നമ്മളെ നിസ്കാരം ശരിയാവും. ഓല കൂടെ നിസ്കരിച്ചാലും നമ്മളെ നിസ്കാരം ശരിയാവും. ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓല കൂടെ നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കാരം അല്ലാത്ത നിസ്കാരവും ഒക്കെ നമ്മളെ നിസ്കാരം ശരിയാവും. ആ നിയത്തോടു കൂടി നമ്മൾ നിസ്കരിക്കുക. അപ്പോൾ നമ്മളെ പള്ളിയിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ മഹലിലൊരാൾ, അയാൾ ശരിയായ ആദർശം ഉള്ള ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ, തൗഹീദ് ഉൾക്കൊണ്ട ഒരാളാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരാണെങ്കിലും അല്ലെങ്കിലാണെങ്കിലും അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് ഇപ്പോൾ കൽപ്പിച്ചുകൂട്ടി പോകും. അയാൾ ആദർശമാണ്, പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളതുപോലെ ആകാൻ പാടില്ല. നമ്മളെല്ലാവർക്കും നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂലി കിട്ടും. അയാൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിസ്കരിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ സംഭാവനകളും മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് യാതൊരു വിരോധമില്ല. പല സ്ഥലങ്ങളിലും പല മഹലുകളിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് വരെ പറഞ്ഞു. വളരെ കാര്യപ്പെട്ട ഒരാൾ, ഈ വിധേയ കക്ഷികളോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ലോക്യം പറയാൻ പാടില്ല. ഇന്ന് ഈ അടുത്ത ദിവസം പറഞ്ഞത് ഇന്നതിലൊക്കെ വന്നിരുന്നു. നമ്മളങ്ങനെയൊന്നും പറഞ്ഞില്ല, എല്ലാവരോടും മിണ്ടണം. ജൂതന്മാരാണെങ്കിലും നസാറാക്കളാണെങ്കിലും എല്ലാവരോടും അതിൻ്റേതായ രീതിയിൽ പോകണം. എന്നാൽ നേരെ തിരിച്ച് ഇപ്പോഴത്തെ പറയുകയും ചെയ്തു. അതിനേക്കാളും വലിയ നേതാവ് പറഞ്ഞു, മുജാഹിദുകാരായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, വഹാബികളായിട്ടൊക്കെ എപ്പോഴും ലോക്യം പുലർത്തണം, നല്ല നിലക്കനെ ലോക്യം പുലർത്തണം എന്ന് കൃത്യമായി പറഞ്ഞു ചെയ്തു. എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹമീദ് അമ്പലക്കടവിന് മുജാഹിദുകളോട് സംസാരിക്കാൻ പറ്റില്ല, ജിഫ്രി തങ്ങൾക്ക് മുജാഹിദുകളൊക്കെ സംസാരിക്കും വേണം എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പം അടുത്ത് നടന്ന സംഭവമാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും സംസാരിക്കണം, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം, അവർക്ക് വേണ്ടി മറ്റ് നന്മകളൊക്കെ ചെയ്തു കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, മയ്യത്ത് ഈ മറവ് ചെയ്ത ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ മയ്യത്തിൻ്റെ ചോദ്യത്തിന് ചോർത്തി കൊടുക്കുക, അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ തസ്ബീത്ത്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹം എന്നുപോലുള്ള തസ്ബീത്ത് ഹദീസിൽ വന്നൊന്നല്ല, ഏത് രീതിയും സ്വീകരിക്കാം. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന അല്ലാഹു സബ്ബിത്തുഹു ഇൻദ സുആൽ എന്നുള്ള ആ തസ്ബീത്ത് നമുക്ക് ചൊല്ലിക്കൊടുക്കാം. ഒരുപാട് സമയം അത് ആ മയ്യത്തിനെ ആദ്യം മയ്യത്ത് നമ്മളിൽ നിന്ന് മറന്നത് മുതൽ
ഖബർ മൂടുന്നത് വരെ നമുക്ക് അതിന് മുഴുവൻ പണി കഴിയുന്നത് വരെയും പിന്നെയും കുറേ നേരം നിന്നിട്ടും ഒരു ഒട്ടകം മറുത്ത് വിതരണം ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, എത്ര സമയം പിടിക്കുമോ അത്ര സമയം വരെ നമുക്ക് ഈ തസ്ബീത്ത് ചെല്ലാം. അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളും ചൊല്ലിയിട്ടൊന്ന് പോരാം ഒക്കെ ചെയ്യാം. ഇതിനൊക്കെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ മരിക്കും, അയാൾക്ക് വേണ്ടി അയാൾക്ക് മാത്രമല്ല പ്രതിഫലം ലഭിക്കുന്നത്, മറ്റുള്ളവർക്കും കൂടെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നർത്ഥം. 3 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ മയ്യത്ത് കണ്ടാലും ഈ സഹാബാക്കളും അതുപോലെ തന്നെ താബികളിൽ പെട്ട ആൾക്കാരൊക്കെ മയ്യത്തുസ്കാരത്തിന് വേണ്ടി ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ട് മയ്യത്തുസ്കരിക്കാൻ വേണ്ടി പോകും. അവിടെ മയ്യത്തുസ്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ അയാൾ മറവൊക്കെ ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നത്, കുടുംബക്കാരോ മറ്റോ, അത് എത്ര വർഷം കഴിഞ്ഞാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഖിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. ഒരാൾ ആദ്യമായിട്ട് വിദേശത്തൊക്കെ ഉള്ള ഒരാൾ നാട്ടിൽ വരിക, അയാളപ്പം മരിച്ചു ഉമ്മ മരിച്ചൊക്കെ ചെയ്താൽ എത്ര കാലം കഴിഞ്ഞ് വന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കരിക്കാമെന്നാണ്, ആ ഖബറിൽ പോയി നിസ്കരിക്കാമെന്നാണ്. അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിസ്കരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന അവർക്ക് ലഭിക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മരിച്ചതിനോട് പറയണം. പറയാതെ വന്നപ്പോഴേ നബീനെ ബുദ്ധിമുട്ടിക്കേണ്ട ഉറക്കത്തിന് ഉണർത്തണ്ട എന്നതിൽ പറയാത്ത ഒരു ആൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ നിസ്കരിക്കുക. പിന്നെ മരണ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ എന്നുള്ള വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കണതിന്, അങ്ങനെയുള്ള എപ്പോഴേലൊക്കെ നിസ്കരിക്കണതിന് കുഴപ്പമില്ല. ഇപ്പോൾ മാതാപിതാക്കളെ വസിയത്തുണ്ടെങ്കിൽ അത് തെറ്റല്ലാത്തിടത്തോളം കാലം, തെറ്റല്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലല്ലോ, അത് ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ആരും നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും വേറെ ചില സംഭവങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടതായി ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, എന്നാൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കേണ്ടതോ പ്രോത്സാഹിപ്പിക്കേണ്ടതോ ഒന്നുമല്ല. കാരണം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി 10,000-കണക്കിന് സഹാബത്ത് നിസ്കരിച്ചിട്ട് മറന്നുപോയ ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. ഖബറിൽ വെച്ച് നിസ്കരിക്കലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള നിലക്ക് അഭാവത്തിലൊരിക്കലും ഒരാൾക്കും നിസ്കരിച്ചിട്ടില്ല, ഖബറിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാത്ത നിസ്കാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ വാശി പിടിക്കാതെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം, അല്ലാത്തവർക്ക് നിസ്കരിക്കാതിരിക്കാം. രണ്ടിനും നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണ്ട, നിസ്കരിക്കണ്ട എന്നും പറഞ്ഞ് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ നടക്കുന്നത് പോലെ പത്രത്തിൽ ചരമകോളത്തിലുള്ള ആളുകൾക്കൊക്കെ നിസ്കരിക്കുക, അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കത്തുകൾക്കൊക്കെ വേണ്ടി നിസ്കരിക്കുക. ആ ഒരു സംസ്കാരം അത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ പാരമ്പര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജസാക്കുമുല്ലാഹു ഖൈറ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.